വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ സ്പെഷ്യൽ ലൈവ്-a-thon. KSRTC ബസ് സ്റ്റാൻഡുകളിലെയും KSRTC ബസ്സുകളിലെയും യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങൾ തുറന്നുകാട്ടുകയാണ് റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ലൈവ്-a-thon. അനാസ്ഥ, കെടുകാര്യസ്ഥത, അഴിമതി, ഇത് മൂന്നും KSRTC ഡിപ്പോകളെയും KSRTCയിലെ യാത്രക്കാരെയും വലയ്ക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് നമ്മൾ കണ്ടു, തൃശ്ശൂരിൽ കണ്ടു, പുതുക്കാട് കണ്ടു. ഇനി നേരെ ചങ്ങനാശ്ശേരിയിലേക്ക്. യാത്രക്കാർക്ക് ഇരിക്കാൻ പോലും ഇടമില്ലാതെയാണ് ചങ്ങനാശ്ശേരി KSRTC ബസ് ഡിപ്പോ. പുതുതായി കെട്ടിടം പണിയാൻ പഴയത് പൊളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ശുചിമുറി സൗകര്യം പോലും ഇല്ലാതെ മഴയും വെയിലും കൊണ്ടുവേണം യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്താണ് ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സുനിഷ അയ്യല്ലൂർ, എന്താണ് KSRTC ഡിപ്പോയുടെ അവസ്ഥയെന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ. അരുൺ, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട KSRTC ഡിപ്പോയാണ് ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോ. പക്ഷേ എണ്ണി തന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ കൃത്യമായി ഈ KSRTC ഡിപ്പോ തന്നെ ഈ കാണുമ്പോൾ അറിയാൻ കഴിയും പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത് എന്നതാണ്. പ്രധാനമായും ഇവരോട് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത് 2-3 വർഷമായി ഇതേ രീതിയിൽ KSRTC ഡിപ്പോയുടെ അവസ്ഥ എന്നതാണ്. ഒരുപക്ഷേ MC റോഡിന് തൊട്ടരികിലുള്ള KSRTC ഡിപ്പോയാണ്. MC റോഡിലെ നല്ല റോഡ് വഴി വന്ന ബസ് ഈ ചങ്ങനാശ്ശേരി KSRTCയിലേക്ക് കയറുമ്പോഴേക്കും യാത്രക്കാരുടെ നടുവൊടിയുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല എന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ഈ കുഴികളായിട്ടുണ്ട്, ഈ ടാറൊക്കെ തന്നെയും ഇളകിയിട്ടുണ്ട്, കുഴിയായിട്ടുണ്ട്. ഇതിൽ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞത് ചളിക്കുഴിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ബസ്സുകൾക്കൊക്കെ തന്നെയും ഈ ഡിപ്പോയിലേക്ക് അകത്തേക്ക് കയറ്റുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാകുന്നുവെന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അത് യാത്രക്കാർക്ക് ഇവിടെ സൗകര്യമില്ല എന്നത് തന്നെയാണ്. പ്രധാനമായും ഒരുപക്ഷെ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെയും യാത്രക്കാർക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ പോലും ഒരു ചോർന്നൊലിക്കുന്നതാണെങ്കിൽ പോലും ഒരു കെട്ടിടം നമ്മൾ കണ്ടിരുന്നു എന്നതാണ്. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ വന്നാൽ അത്തരത്തിലൊരു കെട്ടിടം പോലും കാണാൻ കഴിയില്ല എന്നതാണ്. ഇവിടെ പ്രധാനമായും കാണാൻ കഴിയുന്ന ഒരു കെട്ടിടം അത് KSRTCയുടെ ഓഫീസ് മന്ദിരവും ഗ്യാരേജും ഉൾപ്പെടുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം മാത്രമാണ് നിലവിലിപ്പോൾ ചങ്ങനാശ്ശേരി ഡിപ്പോയിലുള്ളത്. അവിടെ ഒരുപക്ഷെ എന്തായാലും യാത്രക്കാർക്ക് അവിടെ പോയി നിൽക്കാനുള്ള സൗകര്യമില്ല എന്നത് വസ്തുതയാണ്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു KSRTC ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ ബസ് കാണുന്ന ഇതിന് തൊട്ടടുത്തായി ഒരു KSRTC കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടമാണ് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ബലക്ഷയം എന്ന് കാണിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പൊളിച്ചു മാറ്റിയതിനു ശേഷം ഒരു കെട്ടിടം പണിയാനോ യാത്രക്കാർക്ക് ഒന്നിരിക്കാനോ പോലും കൃത്യമായ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. അവർക്കിങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, ഇരിപ്പിടമില്ലാത്തത് പ്രശ്നമാവുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യും? അവിടെ ഒരു അമ്മച്ചിയൊക്കെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയൊരു പ്രശ്നം ചേട്ടാ. ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കാനൊന്നും ഇരിപ്പിടമൊന്നും ഇല്ലല്ലോ, വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലും കൈ പ്രായമുള്ള ആളാണ്, നിൽക്കാനൊക്കെ വലിയ പാടാണ്. കാലും കൈയൊക്കെ കഴപ്പും വലിയ കാലം കൊടുത്താണ്ട് പേര് വലിയ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യിക്കണം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തായി കെട്ടമണിയായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നവർ ഇത്ര വർഷമായി വിളിച്ച് വാരിയിട്ടിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. മഴ വെയിലാണെങ്കിൽ വലിയ കെട്ടി, മഴയാണെങ്കിൽ അതിനെക്കാട്ടിയും കെട്ടി, ഒന്നുകൊണ്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥയല്ല. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് തന്നെയാണ്. അത് വെയിലാണെങ്കിൽ അത് അതിലും വലിയ പ്രശ്നം, മഴയാണെങ്കിൽ അത് അതിലേറെ പ്രശ്നം എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ ഒരു കെട്ടിടം കാണുന്നുണ്ടാകും. അത് കനത്ത വെയിലുള്ള സമയത്ത് ഒരു തണ്ണീർ പന്തലായി പ്രവാസി സംഘടന ഒരുക്കിയ ഒരു തണ്ണീർ പന്തലാണ്. പക്ഷേ അത് പിന്നീട് പൊളിച്ചു മാറ്റാത്തത് ചിലപ്പോഴൊക്കെ ഇവർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യമാകുന്നു എന്നതാണ്. അവിടെയും 2 കസേരകൾ മാത്രം കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ചേച്ചി, ഇവിടെ ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലല്ലോ, ബുദ്ധിമുട്ടാകുന്നു. ഞാൻ ഇന്ന് ഇവിടെ വരുന്നു, ഇന്നാണ് കാണുന്നത്. ഇന്ന് വരുമ്പോൾ എന്ത് തോന്നുന്നു? എവിടെ നിന്ന് വരുവാ ചേച്ചി? പത്തനംതിട്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് തോന്നുന്നു? സൗകര്യങ്ങളുണ്ടോ? ഇല്ല. കുറേ നേരമായി ഇവിടെ നിൽക്കാൻ? ഇച്ചിരി നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇരിക്കാനൊന്നും സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ട്. ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, ഒരാൾ എണ്ണിക്കുമായിരുന്നെങ്കിൽ പോയി ഇരിക്കായിരുന്നു എന്ന് കസേരയെന്നേ. ആരും എണീക്കുന്നില്ല. അരുൺ, ഇതാണ് പ്രശ്നം. അതായത് ഒന്നിരിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ആ തണ്ണീർ പന്തലിൽ ഒരു കസേരയെങ്കിലും ഒരാൾ ഒഴിയുകയാണെങ്കിൽ അവിടെ ഇരിക്കാമല്ലോ എന്ന് കരുതി നിൽക്കുന്ന യാത്രക്കാരുണ്ട് എന്നതാണ്. ഒരുപാട് പേർ പലയിടങ്ങളിലായി ഒരുപാട് പേർ നിൽക്കുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും. മഴ പെയ്താൽ കുട ചൂടി നിൽക്കേണ്ട അവസ്ഥയാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, ഒരുപാട് പേർ സ്ഥിതിയായിരുന്നു. മറ്റു ചിലർ ഈ
അതാണ് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഈ ഇവിടെ ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലല്ലോ. മാഡം, ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറാവുന്നു. കണ്ണ് കാണാൻ പാടില്ല, ഭയങ്കര ക്ഷീണമുള്ളൊരു മനുഷ്യനാണ് 5-6 പേര്. പക്ഷേ ബസ് വരുന്നില്ല ആലപ്പുഴയ്ക്ക് വിടുന്നു. ബസ്സില്ല. അതിൻ്റെ കുറവ് ആരാ വിവരിക്കുന്നത്? ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമല്ലേ അത്. ഞങ്ങളെപ്പോലുള്ള ഈ രോഗികൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഈ ആട്ടോയൊന്നും പിടിച്ചിട്ട് ഇത്ര ദൂരം ആലപ്പുഴ പോകാൻ നിവൃത്തിയില്ല. കൂലിപ്പണിക്കാരൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ. ഞങ്ങൾ പൊതുജനങ്ങൾ വോട്ട് ചോദിക്കുമ്പോഴത്തേക്കും പല രീതിയിലുമായിട്ട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്യും. ഇതുപോലെ ഒരു ബസ് പോലും ഇടാൻ പാടില്ല അവർക്ക്. ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നല്ലേ, ഇരിക്കാനൊന്നും ഇരിക്കാനിടതില്ല. ഇത് കണ്ടില്ല മാഡം, കാണുന്നില്ലേ? ഞങ്ങൾ നുണ പറയുന്നില്ലല്ലോ. ഇവർ പലതും ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സർക്കാർ കയറി അതാണ്ട് ശരിയാക്കിയോ? അരുൺ, ചങ്ങനാശ്ശേരി ഡിപ്പോയിലേക്ക് എത്തുന്ന KSRTCയിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? മണിക്കൂറുകൾ 1-2 അല്ല, മണിക്കൂറുകൾ ഏറെയാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്നതാണ്. ശക്തമായ മഴ പെയ്താൽ അതാ വീണ്ടും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ പല ദൂരങ്ങളിൽ, ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര സർവീസുകൾ, ഒപ്പം തന്നെ ഇവിടെ കോളേജുകൾ അടക്കമുള്ളത് കൊണ്ട് നിരവധി വിദ്യാർത്ഥികളടക്കം ദിനം പ്രതി 1000-ഓളം പേർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു KSRTC ഡിപ്പോയാണ്. അവിടെയാണ് ഇപ്പോൾ പോലും ഒരു രീതിയിലുള്ള സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഒരുക്കാതെ നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് പരിശോധന അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും മണ്ണ് പരിശോധന നടത്താൻ പോലും അത് ഇപ്പോൾ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എന്നത് വലിയൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. 1.5 വർഷമായി പരിശോധന നടത്തിയിട്ടും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ കെടുകാര്യസ്ഥത എന്നാണോ പറയേണ്ടത്, അനാസ്ഥ എന്നാണോ പറയേണ്ടത്, ഇതെന്താണ് പറയേണ്ടത്? ഇവിടെ ഒരു ഗവേണൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. കണ്ണ് കാണാത്തൊരു അപ്പൂപ്പനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം 3/4 മണിക്കൂറായി അവിടെ നിൽക്കുകയാണ്. ആലപ്പുഴയ്ക്കുള്ളൊരു ബസ് തേടി. ആ ബസ് സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു കസേരയില്ലാത്ത സാഹചര്യമുണ്ട്. നിരവധി സ്ത്രീകൾ, അവർക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന പ്രവാസികളുടെ സഹായത്തോടു കൂടി ഇരിക്കുന്ന തണ്ണീർ പന്തൽ മാത്രമാണ്. ഇതാണോ നമ്മൾ മെച്ചപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്? എല്ലാം ശരിയാവുന്നു എന്ന് പറയുന്നത് ഇതാണോ എന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും യാത്രക്കാർ ചോദിക്കുന്നത്. സുരേഷ്, എനിക്ക് തോന്നുന്നു കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമുക്കിനി അവിടെ നിന്ന് തേടാവുന്നതാണ്.